മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്തുതി ചെയ്വിൻ യേശുവിനെ, അതിവന്ദിതനാമവനെ. ദൈവമക്കളെല്ലാവരുമേ, ദിവ്യഭക്തി നിറഞ്ഞകമേ, സ്തുതി ചെയ്വിൻ യേശുവിനെ, അതിവന്ദിതനാമവനെ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവെക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ താങ്കളെ മോർണിംഗ് വോയിസിലേക്ക് ഹൃദ്യമായും ആത്മാർത്ഥമായിട്ടും സ്വാഗതം ചെയ്യുന്നു. നാം ഇന്നും ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 11-ാം അധ്യായത്തിൽ നിന്നുള്ള സമാപന സന്ദേശമായിട്ട് 4-ാമത്തെ സന്ദേശമായിട്ട് ഇതിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നാം ഓർത്തതുപോലെ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ സൂത്രപ്പണിയോടുകൂടെ, മനുഷ്യൻ്റെ മത്സര മനോഭാവത്തോടുകൂടെ, ദൈവത്തിനെതിരായിട്ടുള്ള ചിന്താഗതിയോടെയാണെങ്കിൽ ഉൽപ്പത്തി 11 അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളുടെ തുടർക്കാഴ്ചയുമായിട്ടാണ്. അത് തന്നെയുമല്ല, നമ്മൾ ഓർത്തതുപോലെ ഏദൻ പൂങ്കാവനത്തിലെ മനുഷ്യനിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തനാണ് ഈ ബാബേലിലെ മനുഷ്യൻ എന്നുള്ളതും നമ്മൾ ഓർക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓർത്തത് ബാബേൽ ഗോപുരപ്പണിയുടെ പിന്നിലെ അടിസ്ഥാനപരമായ ഒരു പാപചിത്രമാണ്. അത് ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കാനുള്ള ശ്രമമാണ് എന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. അത് ഉൽപ്പത്തി 11-ന്റെ 4-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗമായിരുന്നു. വരുവീൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളവും എത്തുന്നൊരു ഗോപുരവും പണിക. എന്നാൽ ഇന്ന് ബാബേൽ ഗോപുരപ്പണിയുടെ പിന്നിലെ അടിസ്ഥാനപരമായിട്ടുള്ള 2-ാമത്തെ പാപചിന്താഗതി ഉയർത്തിക്കാണിക്കുവാൻ ഞാൻ ദൈവാത്മാവിൽ ശരണപ്പെടുകയാണ്. അതിനും നമ്മൾ 4-ാം വാക്യത്തിലേക്ക് തന്നെയാണ് തിരിയുന്നത്, പ്രത്യേകിച്ചും 4-ന്റെ അവസാന ഭാഗത്തിലേക്ക്. ഒരിക്കൽ കൂടെ ഞാനത് വായിക്കട്ടെ. വരുവീൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്ന് ബാബേലിലെ മനുഷ്യർ പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ നമുക്കൊരു പേരുണ്ടാക്കുക എന്നുള്ളത് ഈ ഭാഗം പഠിക്കുന്നവർക്കറിയാം, അത് അത്യുന്നതനായ ദൈവത്തോടുള്ള മത്സര മനോഭാവത്തെ കാണിക്കുന്നതാണ്. ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തിന് മത്സര മനോഭാവം ഒട്ടും താല്പര്യമില്ല. ആദ്യമായിട്ട് ദൈവത്തിനെതിരായിട്ടുള്ള മത്സര മനോഭാവം നമ്മൾ കാണുന്നത് പിശാചിലാണ്. ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ ദൈവത്തിൻ്റെ സമാഗമ പർവ്വതത്തിൽ കയറും, അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനെതിരായി മത്സരിക്കുന്ന പിശാചിനെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുക. ഇവിടെ ഇതാ പിശാച് ഈ മനുഷ്യരിലൂടെയും പ്രവർത്തിക്കുക, ദൈവത്തിനെതിരെ മത്സരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനെതിരെയുള്ള മത്സരം അത് വലിയ പാപമാണ്. തിരുവചനത്തിലേക്ക് വരുമ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ദൈവത്തിന് കീഴടക്കേണ്ടതാണ് എന്നുള്ള അനുഗ്രഹീതമായ പ്രബോധനം പരിശുദ്ധാത്മാവ് തുടർമാനമായി നമുക്ക് നൽകി തരുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രബോധനത്തെ ലംഘിക്കുമ്പോൾ ജീവിതത്തിൽ അനേകം കുറവുകളും കുറ്റങ്ങളും വരികയും ജീവിതം ദൈവസന്നിധിയിൽ പരിതാപകരമായി തീരുകയും ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിൽ പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. നിങ്ങൾ തിന്നുകയോ കുടിക്കുകയോ
ഏറ്റവും നിസ്സാരമെന്ന് ചിന്തിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും പിന്നീട് അദ്ദേഹം തുടരുന്നു, എന്ത് ചെയ്താലും അതെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. പ്രിയമുള്ളവരെ, വ്യത്യസ്തനായ ഒരു ചിന്താഗതിയല്ല ഇവിടെ കാണുന്നത്. ബാബേൽ ഗോപുരത്തിങ്കൽ മനുഷ്യൻ നമുക്കൊരു പേരുണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനെതിരെ മത്സരിക്കാനായിട്ട് ആഞ്ഞു പരിശ്രമിക്കുമ്പോൾ, അവൻ്റെ ശരീരവും മനസ്സുമെല്ലാം അതിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ, ഇവിടെ ഇതാ ദൈവ പൈതലായി ആത്മീകമായി നിറയപ്പെടുന്നവനായ പൗലോസ് അപ്പോസ്തലൻ സഹവിശ്വാസികളോട് എക്കാലഘട്ടത്തിലെയും ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്താലും അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യാൻ. നമുക്ക് ഈ സമയം നമ്മുടെ മത്സര മനോഭാവം വിട്ടുകളയാനായിട്ട് സാധിക്കട്ടെ. ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാലും ഞാൻ അനുസരിക്കത്തില്ല എന്ന മനോഭാവം വെച്ചു പുലർത്തുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പുറമെ പ്രസംഗിക്കുകയും പാടുകയും കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോട് മത്സരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകുകയില്ല. മറിച്ച് എന്തു ചെയ്താലും അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാകണം. ദൈവത്തിനെതിരെ ഞാൻ ഒരിക്കലും നിൽക്കുകയില്ല. എൻ്റെ ചിന്തയിൽ പോലും ഞാൻ സർവശക്തിനെതിരെ മത്സരിക്കുകയില്ല. അത് വലിയ പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവകൃപയ്ക്ക് വിധേയപ്പെടുന്നവരെയാണ് കർത്താവ് തേടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ മത്സര മനോഭാവത്തെ വിട്ടകലാം. നമുക്കൊരു പേരുണ്ടാക്കുക എന്ന ബാബേലിലെ മനുഷ്യൻ്റെ ചിന്തയ്ക്ക് വിരുദ്ധമായി നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം. ഈ 11-ാം അധ്യായം വിട്ട് നാം മുൻപിലേക്ക് പോകുമ്പോൾ ദൈവത്തിന് കീഴടങ്ങുന്നവരായി, ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവരായി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവപ്രസാദം വരുമാറ് ജീവിതത്തെ ക്രമീകരിക്കുന്നവരായി ദൈവം നമ്മളെ കാണപ്പെടട്ടെ. തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ.